പാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഒന്നാം പ്രതി നാരായണദാസിനായി വലവീശി പോലീസ്. ബംഗളൂരുവിലെ നാരായണദാസിന്റെ ഒളിയിടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യാപക പരിശോധന നടത്തി. നാരായണദാസിന്റെ പേരിൽ വ്യാജ പാസ്പോർട്ട് കണ്ടെത്തി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ശ്രീകാന്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇതുവരെ നാരായണദാസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ പോലീസിന്റെ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് ശ്രീകാന്ത്? എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഈ നാരായണദാസ് എന്ന് പറയുന്ന ഒന്നാം പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തത്. കാരണം സുപ്രീം കോടതി പോലും ഇയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ച് അതിനുശേഷവും ഈ എക്സൈസിൽ നിന്നും കേസ് ഏറ്റെടുത്തിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് അയാളെ ഈ നിമിഷം വരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ ഈ നാരായണദാസിനായി ബംഗളൂരു കേന്ദ്രീകരിച്ച് വിപുലമായ തെരച്ചിൽ പോലീസ് സംഘം നടത്തി എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇയാളുടെ ഒളിയിടങ്ങളടക്കം പോലീസ് തെരച്ചിലിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരുവിൽ നാരായണദാസിന്റെ പേരിൽ വ്യാജ പാസ്പോർട്ട് കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. 2022 എടുത്ത വ്യാജ പാസ്പോർട്ടാണ് കണ്ടെത്തിയത്. ഒരു പക്ഷേ ഇയാൾ രാജ്യം വിടാനുള്ള സാധ്യത പോലും ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനാകും. പക്ഷേ ഇതിനോടകം തന്നെ ഇയാൾക്ക് യാത്രയ്ക്കുള്ള നിരോധനം എല്ലാ വിമാനത്താവളങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഷീല സണ്ണിയുടെ മകൻ, മരുമകൾ, മരുമകളുടെ സഹോദരി, മരുമകളുടെ മാതാവ്, പിതാവ് എന്നിവർക്കെല്ലാം തന്നെ ചോദ്യം ചെയ്യലിന് ഇപ്പോൾ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഏപ്രിൽ 2-ന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. ഇതിൽ ഷീല സണ്ണിയുടെ മകനടക്കം ഇപ്പോൾ ഒളിവിലുമാണ്. എന്തായാലും 72 ദിവസം ഒരു പാവപ്പെട്ട സ്ത്രീ ജയിലിൽ കിടന്ന കേസാണ്. ഈ പോലീസിനെങ്കിലും അതിലെ ഒന്നാം പ്രതിയെയും കൂട്ടുപ്രതികളെയും പിടിക്കാനാകട്ടെ എന്ന് കരുതാം. നേരത്തെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് നിലംഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ശേഷം അന്വേഷണ സംഘമൊക്കെ വന്നതിന് ശേഷവും ഒന്നാം പ്രതി നാരായണദാസിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പോലീസിന്. ചില നീക്കങ്ങൾ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്നുണ്ട്. ബംഗളൂരു കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്രീകാന്ത്.